പാരന്റ്സ് എല്ലായിടത്തും നല്ലതുമല്ല. അത് പറയുന്നതിൽ വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വരുന്നത് പാരന്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം, ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ചില കേസൊക്കെ കാണുമ്പോൾ ഇതിനാണ് പാരന്റ്സിനെ കാണിക്കുന്നത് തോന്നുന്നത്. സിംഗിൾ ചൈൽഡ് ആണ്, ഓക്കെ, സിംഗിൾ ചൈൽഡ് അവർക്ക് പ്രാരബ്ധ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് 2023 ആകുമ്പോഴത്തേക്കും മാരേജ് എന്നൊരു ഇതിൽ പോകുന്നു. അവർക്ക് പറ്റുന്ന തോന്നുന്ന അലയൻസ് വരുമ്പോഴത്തേക്കും കല്യാണം കഴിച്ചു വരുന്നു. റീസെന്റ് ആയിരുന്ന ഒരു കേസിനകത്ത് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് വലിയ സംഭവം, ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നുമല്ല. അതായത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആയതുകൊണ്ട് പഠനം കിട്ടിയാന്ന് പറഞ്ഞു അതൊന്നും ആരാണെങ്കിലും ശരി അയാളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കല്യാണം കഴിച്ചു കൊടുത്തിടുന്നു. ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് കുട്ടി സ്ട്രഗിൾ ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട, ഇതാണ് എന്റെ വീട് എന്ന് പറയുന്നു. അത് നടി കിട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ നടിയിട്ടില്ല, എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയുന്നു. എല്ലാവരും തിരിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ഹെൽപ്പിന് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടുള്ള കോൺടാക്ട്സ് എല്ലാം കട്ടിയിരിക്കുന്നു. ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കാതെ പല പ്രശ്നങ്ങളും പഴക്കും മടിയിടിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവിടെ ഒരാളും അത് കൺഫേം ചെയ്ത് ഞാൻ നോക്കിക്കോളാം, എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് വന്നോളൂ എന്ന് പറയാം ഒരു ഗവൺമെന്റും ഇല്ല, ഒരു അസോസിയേഷൻസും ഇല്ല, ഒരു ഇൻഡിവിജ്വൽസും ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടേതായ മാത്രം കുറെ കാര്യങ്ങളാണ്. റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം നോക്കുവാണെങ്കിൽ ചിലവര് രക്ഷപ്പെടും, ചിലര് പണി വാളും. കുറച്ചൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് കൂടെ ആവണം. നമ്മൾ സ്വന്തമായിട്ട് മറ്റൊരാളുടെ കീഴിൽ നിന്ന് അല്ലെ ഹസ്ബൻഡിൻ്റെ കീഴിൽ നിന്ന് മാത്രം ആക്കാതെ സ്വന്തമായിട്ട് വിവരവും വിദ്യാഭ്യാസം ഉള്ളത് ജോലിക്കൊക്കെ പോയി അവരെ ഉപയോഗിച്ചാലും നാളെ അവർ മരിച്ചു പോയാലും നമ്മൾ നമ്മുടെ കാര്യം ഇവിടെ നോക്കാനോ കൊണ്ടുള്ള ഇത് വരണം. ചിലർ രക്ഷപ്പെടും, ചിലർ ഡൗൺ ആവും. അത് എല്ലാം ഇതൊക്കെ സിനിമയിൽ കണ്ടത് മാത്രം അറിവുകളും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ അത് ശരിയാണോന്നില്ല. ചിലർ രക്ഷപ്പെടും, ചിലർ ഇതാവും. അതെല്ലാം ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും, മനസ്സിലായോ?